ഹായ് എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ നടൻ ദിലീപ് ഒഴിവാക്കിയ സിനിമകൾ ഏതെല്ലാമാണെന്നും അതുപോലെ ദിലീപിനെ കാസ്റ്റ് ചെയ്ത് പിന്നീട് പിന്മാറിയ സിനിമകൾ ഏതെല്ലാമാണെന്നും നമുക്ക് നോക്കാം. ആദ്യമായി ചോട്ടാ ദാദ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. ഇത് 2004 അനൗൺസ് ചെയ്തൊരു മൂവിയാണ്. ഇതിൻ്റെ സംവിധായകൻ വരുന്നത് ഷാഫിയാണ്. ദിലീപ് ഷാഫി എന്ന ഹിറ്റ് മേക്കർ കോംബോ വീണ്ടും ഒന്നിക്കാനിരുന്നൊരു മൂവിയായിരുന്നു ഇത്. പുലിവാൽ കല്യാണത്തിൻ്റെ വലിയൊരു സക്സസിന് ശേഷം ഷാഫി ഒന്നിക്കുന്ന മൂവി എന്നൊരു പ്രത്യേകത കൂടി ചോട്ടാ ദാദയ്ക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, കല്യാണരാമൻ്റെ റിലീസിന് ശേഷം ഇവർ തമ്മിൽ ഒന്നിക്കുന്ന ഒരു മൂവി കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കെല്ലാം വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മൂവിയായിരുന്നു ഇത്. ഉദയ് കൃഷ്ണ CBK തോമസ് ആയിരുന്നു തിരക്കഥയുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ കാണും പോലെയൊന്നും അല്ല കേട്ടോ. അന്നത്തെ കാലത്ത് ഉദയ് കൃഷ്ണ CBK തോമസ് എന്ന് പറയുമ്പോൾ അവരുടെ മേക്കിങ്ങിലാണ്, അവരുടെ തിരക്കഥയിലാണ് സിനിമ വരുന്നതെങ്കിൽ 100% ഉറപ്പാണ് അത് വിജയിക്കുന്നുള്ളത്. അത് വലിയൊരു വിജയമാവും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കൃപ ഫിലിംസിന്റെ ബാനറിൽ കിരീടം റിലീസ് പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നൊരു പടമായിരുന്നു ഇത്. പോസ്റ്റർ മാത്രമേ ഇതിന് ഇറങ്ങിയിരുന്നുള്ളൂ. പിന്നീട് എന്തൊക്കെയോ കാരണങ്ങളാൽ ഈ സിനിമ മാറ്റിവെക്കുകയാണ് ചെയ്തത്. അടുത്തതായി ബാബ സത്യസായി എന്നൊരു മൂവിയാണ്. സത്യസായി ബാബയുടെ ബയോപിക് ആയിട്ട് ദിലീപിനെ വെച്ച് പ്രഖ്യാപിച്ചൊരു തെലുങ്ക് മൂവിയായിരുന്നു ഇത്. അന്നത്തെ കാലത്ത് തെലുങ്കിൽ പോയി അഭിനയിക്കാനിരുന്നൊരു മൂവിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 2012 ഇത് അനൗൺസ് ചെയ്തത്. ലെജൻഡറി സംവിധായകനായ കോടി രാമകൃഷ്ണനാണ് ഇതിന്റെ ഡയറക്ടറായിരുന്നത്. ഇതൊരു വളരെ വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയായിരുന്നു. അരുന്ധതി എന്ന സിനിമയുടെ ഡയറക്ടറാണ് കോടി രാമകൃഷ്ണൻ. അപ്പോൾ ഇതിലും അനുഷ്ക ഷെട്ടി തന്നെയായിരുന്നു നായികയായിട്ട് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ 2017 കേസ് വന്നപ്പോൾ ദിലീപിനെ മാറ്റി മലയാളത്തിലെ ശ്രീജിത്ത് വിജയെ കാസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ 2019 കോടി രാമകൃഷ്ണൻ അന്തരിച്ചപ്പോൾ ഈ സിനിമയും സ്വാഭാവികമായി നിലയ്ക്കുകയാണ് ചെയ്തത്. അടുത്തതായി പിക് പോക്കറ്റ് എന്ന് പറഞ്ഞ മൂവിയാണ്. ഈ പറയാൻ പോകുന്ന ലിസ്റ്റുകളിൽ വെച്ച് എനിക്ക് വളരെയധികം നടന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് തോന്നിയൊരു മൂവിയാണ് പിക് പോക്കറ്റ് എന്ന് പറയുന്നത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി മുന്നോട്ട് വന്ന ഒരാളാണ് ബാലചന്ദ്രകുമാർ. ഇതേ ബാലചന്ദ്രകുമാർ ദിലീപിനെ വെച്ച് അനൗൺസ് ചെയ്തൊരു പടമായിരുന്നു പിക് പോക്കറ്റ് എന്നത്. ഇത് 2015 അനൗൺസ് ചെയ്തൊരു ചിത്രമാണ്. ശിവാനി സൂരജാണ് ഇതിന്റെ പ്രൊഡ്യൂസറായിട്ട് വന്നിരുന്നത്. ഇത് ദിലീപിന്റെ ഏതൊരു ബന്ധു കൂടിയാണ് കേട്ടോ. അതുപോലെ വില്ലനായിട്ടൊരു ഹോളിവുഡ് താരത്തെയായിരുന്നു അവർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇതിന്റെ തിരക്കഥ വന്നിരുന്നത് റാഫി ആയിരുന്നു. ആദ്യം സച്ചിസാറിനെയാണ് നിയോഗിച്ചിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഡയറക്ടറുടെ, അതായത് ബാലചന്ദ്രകുമാറുമായിട്ടുള്ള വിയോജിപ്പ് കാരണം സച്ചിസാറിനെ മാറ്റിയതാണെന്ന് ബാലചന്ദ്രകുമാർ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സംഗീത സംവിധായകൻ നാദിർഷ ആയിരുന്നു. ചെന്നൈ, കൊച്ചി എന്നിവ കൂടാതെ ബ്രസീൽ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ ആയിരുന്നു. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദിലീപ് ഈ സിനിമയിൽ ഒരു അതിവിദഗ്ധനായ ഒരു പിക് പോക്കറ്റർ ആയിരുന്നു. അതിനുവേണ്ടി ദിലീപിനെ പിക് പോക്കറ്റിംഗ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ബോബ് അർണോ എന്ന പ്രശസ്തനായ പിക് പോക്കറ്റ് കൊമേഡിയനെ കൊണ്ടുവന്നിരുന്നു എന്നുള്ള റിപ്പോർട്ട്സ് ഒക്കെ വന്നിരുന്നു. എന്നാൽ 2017 ദിലീപ് കേസിലകപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ചിത്രവും നിലച്ചു. അതുമാത്രമല്ല, പിന്നീട് നമ്മൾ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ സംസാരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ ഇടയ്ക്ക് ബാലചന്ദ്രകുമാർ അന്തരിക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമ ഇനി നടക്കാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിലും ഈ സിനിമ അന്നത്തെ കാലത്ത് ഒരുപക്ഷെ വന്നിരുന്നെങ്കിൽ വളരെ വലിയൊരു വിജയമാകേണ്ട ഒരു സിനിമയായിരുന്നു. അടുത്തതായി സദ്ദാം ശിവൻ എന്ന മൂവിയാണ്. ഹിറ്റ് മേക്കർ ആയിട്ടുള്ള ജോഷി സംവിധാനം ചെയ്യാൻ ഒരുങ്ങിയ മൂവിയാണ് സദ്ദാം ശിവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാസ് പടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉദയ് കൃഷ്ണ CBK തോമസ് ആദ്യമായി നിർമ്മിക്കാൻ പോകുന്ന പടം എന്നും കൂടി ഇതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇതിന്റെ തിരക്കഥ വന്നത് വ്യാസൻ ഇടമലക്കാടാണ്. അതുപോലെ തെന്നിന്ത്യയിൽ നിന്നും ഹൻസികയെ നായികയായി കൊണ്ടുവരാനൊക്കെ അവർ പ്ലാൻ ചെയ്തിരുന്നു. സാധു ശിവൻ, സദ്ദാം ശിവൻ എന്നിങ്ങനെ ഡബിൾ റോളിലായിരുന്നു ദിലീപ് ഉണ്ടായിരുന്നത്. 2013 അനൗൺസ് ചെയ്ത ഒരു സിനിമയാണിത്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ സിനിമ പിന്നീട് നടക്കാതെ പോയി. എന്നാൽ ഈ സിനിമയുടെ അതേ ടീം ഒന്നിച്ച ചിത്രമായിരുന്നു 2014 പുറത്തിറങ്ങിയ അവതാരം. എനിക്ക് പേഴ്സണലി അവതാരം വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ആ സമയത്ത് അവതാരം തിയേറ്ററുകളിൽ വലിയ വിജയമൊന്നും നേടിയില്ല. ദിലീപ് ഒരു റിവെഞ്ച് ത്രില്ലർ മൂവീസൊക്കെ വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. വളരെ കുറച്ചല്ല, ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഈ അവതാരം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഓർമ്മ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വളരെയധികം ഭംഗി, നല്ലൊരു സ്റ്റോറിയും നല്ല സ്ക്രിപ്റ്റൊക്കെ ആയിരുന്നു. TV വന്നതിന് ശേഷം പലർക്കും ഇഷ്ടപ്പെട്ടൊരു മൂവി കൂടിയാണ്. ഇന്നും ഏഷ്യാനെറ്റ് മൂവീസിൽ അത് വരുന്ന സമയത്ത് ഞാൻ ഇരുന്ന് കാണാറുണ്ട്. അങ്ങനെ പലർക്കും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു മൂവി കൂടിയാണ് അവതാരം. ഒരു അണ്ടർറേറ്റഡ് മൂവിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ. അടുത്തതായിട്ട് കോകിലം എന്ന് പറഞ്ഞ മൂവിയാണ്. ഇത് വളരെ പണ്ട്, അതായത് 1993 മഞ്ജു വാര്യരും ദിലീപിനെയും വെച്ച് പുറത്തിറങ്ങാനിരുന്നൊരു ചിത്രമായിരുന്നു. ഹിറ്റ് മേക്കർ ആയിട്ടുള്ള താഹയായിരുന്നു ഇതിന്റെ ഡയറക്ടറായിട്ട് വന്നിരുന്നത്. താഹേനെ എല്ലാവർക്കും അറിയുമല്ലോ അല്ലെ. ഈ പറക്കും തളിക, മൂക്കില്ല രാജസ്ഥ തുടങ്ങിയ കോമഡി മൂവീസ്, കോമഡിയുടെ ആശാൻ എന്നൊക്കെ പറയാം. ഇന്നും പറക്കും തളികയൊക്കെ വന്ന TV അറിയാലോ റിപ്പീറ്റ് വാല്യൂ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യങ്ങൾ. അന്ന് മഞ്ജു വാര്യർ ദിലീപ് കോംബോ എന്ന് പറയുന്നത് വളരെ വലിയൊരു സക്സസ് കോംബോ കൂടിയായിരുന്നു. പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സിനിമ പുറത്തിറങ്ങിയില്ല. എന്നാൽ സിനിമയുടെ ഒരു ഗാനം പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് ഇന്നും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. എന്തായാലും അതിനി എന്തായാലും നടക്കാൻ ചാൻസ് ഇല്ലല്ലോ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ദിലീപ് ഉപേക്ഷിച്ച ചിത്രങ്ങൾ എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ ദിലീപിലേക്ക് എത്തി പിന്നീട് എത്താതെ പോയ സിനിമകൾ എന്ന് പറയുന്നത്. ഇനിയും വേറെ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് വേറെ ദിലീപ് ഉപേക്ഷിച്ച ചിത്രങ്ങളെ കുറിച്ച് അറിയുമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൂവി റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.